നല്ലൊരു മീൻമുട്ട കിട്ടിക്കഴിഞ്ഞാൽ ചിലരതിനെ കുത്തിപ്പൊട്ടിച്ച് കുളമാക്കി കറിയും തോരനും വെച്ച് വെറുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, പൊളി സാധനം. മീൻമുട്ട നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള ഉലുവപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ശുദ്ധമായ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. മായം കലരാത്ത വെളിച്ചെണ്ണ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഇട്ടിയരയുടെ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. വിശ്വസിച്ച് ഉപയോഗിക്കാം. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ആ സമയത്ത് പണിയുണ്ട്. ഇടിക്കല്ലിലേക്ക് 6-7 അല്ലി ചെറിയുള്ളിയും 5-6 വറ്റൽമുളകും, അല്ലാന്നുണ്ടെങ്കിൽ പഴുത്ത പച്ചമുളകായാലും കുഴപ്പമില്ല, 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് തല്ലിയെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ശേഷം പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ ശുദ്ധമായി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എണ്ണ. ശേഷം അതിലേക്ക് മീൻമുട്ട നിരത്തി ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അതും കൂടി നമുക്ക് അതിന്റെ മുകളിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. മീൻമുട്ട അഥവാ മീനിന്റെ പരുന്ന് നീരൊക്കെ ഇറങ്ങി ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ശേഷം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി വിതറി വീണ്ടും ഒന്ന് മൂടി മറു സൈഡ് വേവിച്ചെടുക്കാവുന്നതാണ്. അതൊരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ശേഷം ഉടഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൊരിയിച്ചോ ഇതുപോലെ ചെറിയ ചാറിലോ വറ്റിച്ചെടുക്കാം. മൊരിയിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത് കേട്ടാ. ചോറിനൊപ്പം ഇതിന് 2 പീസും ശക്കലമേ ചാറുണ്ടാവുള്ളൂ. അതിന് ശക്കലം ചാറും ആ പച്ചമുളകും ഒക്കെ ചേർത്ത് ആ ചോറിനൊപ്പം കുഴച്ചുരുട്ടി കഴിക്കുന്നതിന്റെ സ്വാദ് പറഞ്ഞറിയിക്കൊക്കാത്തതാണ്. ഇനി മീൻമുട്ട കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.